നമസ്കാരം. സർക്കാർ ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ച ദമ്പതികൾക്കെതിരെ പോലീസ് കേസെടുത്തു. മധ്യപ്രദേശിലെ ചിന്ദ്വാരയിലാണ് സംഭവം. നന്ദൻവാടി വനത്തിൽ കല്ലുകൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട 3 ദിവസം പ്രായമുള്ള നവജാത ശിശുവിനെ ഗ്രാമവാസികളാണ് കണ്ടെത്തിയത്. പിതാവും സർക്കാർ സ്കൂളിലെ അധ്യാപകനുമായ ബബ്ലു ദണ്ഡോലെയും അമ്മ രാജ്കുമാരി ദണ്ഡോലെയും ചേർന്നാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. ബബ്ലു സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ്. മധ്യപ്രദേശിൽ 2-ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സർക്കാർ ജോലിയിൽ നിയന്ത്രണങ്ങളുണ്ട്. ഈ കുഞ്ഞ് ഇവരുടെ 4ാമത്തെ കുട്ടിയായിരുന്നു. ഇത് കാരണം ഗർഭധാരണം രഹസ്യമാക്കി വെച്ച് ഇവരുടെ കുഞ്ഞിനെ സെപ്റ്റംബർ 23 പുലർച്ചെ പ്രസവശേഷം കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു രാത്രി മുഴുവൻ തണുപ്പും പ്രാണികളുടെ കടിയേറ്റും കിടന്ന കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് ഗ്രാമവാസികൾ ഓടിയെത്തിയത്. ചിന്ദ്വാര ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ കുഞ്ഞിന് ഉറുമ്പുകളുടെ കടിയേറ്റതായും ശരീര ഊഷ്മാവ് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളുള്ളതായും സ്ഥിരീകരിച്ചു. കുഞ്ഞിൻ്റെ അതിജീവനം അത്ഭുതകരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നിലവിൽ കുഞ്ഞ് സുരക്ഷിതനാണ്. കുട്ടിയെ ഉപേക്ഷിച്ചതിന് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 93 പ്രകാരം ദമ്പതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് അറിയിച്ചു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നവജാത ശിശുക്കൾ ഉപേക്ഷിക്കപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. ദാരിദ്ര്യം, സാമൂഹ്യമായ അപമാനം, ജോലിയുമായി ബന്ധപ്പെട്ട ഭയങ്ങൾ എന്നിവ ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.